വി എസ് മടങ്ങുമ്പോൾ വി എസിനെ എങ്ങനെയാണ് പത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വേഗം ഒന്ന് നോക്കി വരാം. പ്രധാന പത്രങ്ങളിലേക്ക് വി എസിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളുണ്ട്, വി എസിൻ്റെ ജീവചരിത്ര പാഠങ്ങളുണ്ട്. പ്രധാനമായിട്ടും വി എസിനെ കുറിച്ച് മനോരമ കുറിച്ചിരിക്കുന്ന തലക്കെട്ട് തോരാതെ വി എസ് എന്നാണ്. തോരാതെ വി എസ് ഇന്നലെ പ്രേക്ഷകർ കണ്ടതാണ്. വലിയ ചുടുകാട്ടിലേക്ക് വി എസിനെ കൊണ്ടുപോകുമ്പോൾ തോരാതെ പെയ്യുന്ന, അണമുറിയാതെ പെയ്യുന്ന മഴയായിരുന്നു. ആ മഴയത്തും നനഞ്ഞാണ് ധാരാളം ആളുകൾ വി എസിനെ തേടിയെത്തിയത്. അവിടെ മഴയിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുന്നവർ വി എസിനെ ആ ചില്ല് കൂട്ടിലിട്ടിരിക്കുമ്പോൾ ആ ചില്ലുകൂട്ടിലൊന്ന് തൊട്ട് മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ സഹിതമാണ് മനോരമ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തോരാതെ വി എസ് എന്നാണ്. ലാൽ സലാം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴ പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ ആദരം അർപ്പിക്കുന്നവരെ കുറിച്ചാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഉൾപേജുകളിലുണ്ട്. ദേശാഭിമാനിയുടെ തലക്കെട്ട് തുടരും പടരും എന്നാണ്. തുടരും പടരും എന്നാണ് ദേശാഭിമാനി ഒരു പേജ് നിറയെ കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട്. ആൾക്കൂട്ടത്തിലലിഞ്ഞ് അന്ത്യയാത്ര, ഇങ്ങനെയൊരു വിട ചരിത്രത്തിലാദ്യം. വലിയ ചുടുകാട്ടിൽ അന്ത്യവിശ്രമം. മകൻ വി എ അരുൺകുമാർ ചിതയ്ക്ക് തീകൊളുത്തി. 29 മണിക്കൂർ നീണ്ട വിലാപയാത്ര. രാവുറങ്ങാതെ ഒരു നാട്. കോരിച്ചുരിയുന്ന മഴയിലും ഒരു നോക്ക് കാണാൻ ആബാലവൃദ്ധം. വി എസ് ഉയർത്തിയ ചെങ്കുടിയും രാഷ്ട്രീയവും ഏറ്റെടുത്ത ലക്ഷ്യങ്ങൾ എന്നാണ്. കനത്ത മഴ പെയ്യുന്നത് പ്രേക്ഷകർക്ക് പശ്ചാത്തലത്തിൽ കാണാം. പ്രകൃതി പോലും കരഞ്ഞു നിന്ന ഒരു സായാഹ്നത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട വി എസ് വിടവാങ്ങുന്നത്. മാതൃഭൂമിയിലേക്കെത്തിയാൽ മാതൃഭൂമിയിൽ 2 പേജുകൾ ചേർത്താണ് ആദ്യ പേജ് ഒരു സെൻറ്റർ സ്പ്രെഡ് പോലെ കൊടുത്തിരിക്കുന്നത്. അസ്തമിക്കില്ല, വിസ്മരിക്കില്ല എന്നാണ്. അസ്തമിക്കില്ല, ഉദിച്ചു നിൽക്കും ജനഹൃദയങ്ങളിൽ, ജ്വലിച്ചു നിൽക്കും സ്മരണകളിൽ എന്നാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്ന തലക്കെട്ട്. ചുടുകാട്ടിലെ ചിതയിലേക്ക് വി എസ് അച്യുതാനന്ദനെ എടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി മാതൃഭൂമി പത്രം ആദ്യ പേജിൽ നൽകുന്നുണ്ട്. മാധ്യമത്തിലേക്ക് എത്തിയാൽ മാധ്യമത്തിലെ പ്രധാന തലക്കെട്ടായി ആദ്യ പേജിൽ കൊടുത്തിരിക്കുന്നത് തോരാതെ വി എസ് എന്നുള്ളതാണ്. 2 പത്രങ്ങളും മനോരമയിലും തോരാതെ വി എസ് എന്നാണ്, മാധ്യമത്തിലും തോരാതെ വി എസ് എന്ന തലക്കെട്ടാണ് കൊടുത്തിരിക്കുന്നത്. രക്തസാക്ഷി കുടീരം സാക്ഷി, സമരനായകൻ ഇനി വേറിട്ട ഓർമ്മ. മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് മകൻ അരുൺകുമാർ തീ കൊളുത്തുന്നത് ആണ് മാധ്യമം ചിത്രമായി കൊടുത്തിരിക്കുന്നത്. വളരെ വൈകാരികമായ രംഗങ്ങളാണ് ഇന്നലെ ചുടുകാട്ടിലും പലയിടങ്ങളിലും ഇന്നലെ വി എസ് അച്യുതാനന്ദനെ യാത്രയ്ക്കാനെത്തിയ ആൾക്കൂട്ടം നമുക്ക് സമ്മാനിച്ചത്. ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. അതിൽ റേഷൻ വാങ്ങാത്ത കാർഡിന് പൂട്ടിട്ടിരിക്കുന്നു എന്നൊരു വാർത്തയുണ്ട്. ജസ്റ്റിസ് വർമ്മയുടെ ഹർജി പുതിയ ബെഞ്ചിന് കൊടുത്തൊരു വാർത്തയുണ്ട്. ഇല്ലാത്ത രാജ്യത്തിന് വല്ലാത്ത സ്ഥാനപതി എന്നുള്ള ഒരു വാർത്തയുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇന്ന് പത്രങ്ങളിലുമുണ്ട്. നമ്മളുടെ റിപ്പോർട്ടർമാർ തത്സമയം വാർത്തകളുമായി പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ഇന്ന് കർക്കിടക വാവ് കൂടിയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതൊക്കെ പ്രധാനപ്പെട്ട വാർത്തകളായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. നമ്മുടെ റിപ്പോർട്ടർമാർ തയ്യാറായി കഴിഞ്ഞു.